വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും മേക്കിംഗ് വീഡിയോസ് തന്നെ കേട്ടോ. നമ്മൾ കുറേ ദിവസമായിട്ട് ഹെയർ ബോസും ഒക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇയറിങ്സാണ്. ഇടയ്ക്ക് ഞാൻ ഇയറിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വരുന്നത് എന്താ പറയുക, മാലയായിട്ടും ആംഗ്ലറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ എല്ലാം കൂടെ അങ്ങനെ മിക്സാക്കിയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ആദ്യം 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് അതായത് ഈ ജ്വല്ലറി ഐറ്റംസും കൂടെ ഒന്ന് ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഹെയർ ആക്സസറീസ് മാത്രമായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇയറിങ്സ് ചെയ്തു. ഇന്ന് ഇയറിങ്സ് ആട്ടോ. നമുക്ക് മാലയൊക്കെ ഞാൻ കുറച്ച് ഐറ്റംസുകൾ നമുക്ക് സാധനങ്ങൾ എത്താനുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പെൻഡിങ് വരുന്നത് കേട്ടോ. മാലയൊക്കെ നമുക്ക് വൈകാതെ തന്നെ ചെയ്യാവുന്ന കേട്ടോ. ഇത്രയും ഐറ്റംസുകൾ കണ്ടല്ലോ. ഹുക്കാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 8 mm ബീഡ്സ് ഉണ്ട്, 6 mm ബീഡ്സ് ഉണ്ട്. ദെൻ കാണുന്നുണ്ടല്ലോ ഈ ഒരു ബീഡ്സും ഉണ്ട്. ഇത് തോന്നുന്നു 2 mm ബീഡ്സ്, 3 mm ബീഡ്സിൻ്റെ ആ ഒരു സൈസിലുള്ള വരുന്ന ബീഡ്സുകൾ. അതായത് വലുത് ചെറുത് ബിഗ് സ്മോൾ അങ്ങനെ പഠിച്ചിട്ടില്ലേ, അതുപോലത്തെ ബീഡ്സുകളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ജക്കിരിയുണ്ട് കണ്ടല്ലോ, ഉള്ളിൽ സ്റ്റോൺ വരുന്ന ടൈപ്പാണ് കേട്ടോ. അതുണ്ട്. ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, ഗോൾഡൻ ഹുക്കും, അതുപോലെ നമ്മുടെ എന്താ പറയുക, ഗിയർ വയർ വന്നിട്ടും ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ടൂൾസുകൾ മാത്രമാണ്. ഇത്രയും ഐറ്റംസുകൾ മാത്രം മതി. അതായത് ബീഡ്സ്, ജക്കിരി, ഹുക്ക്, ഗിയർ വയർ. അപ്പോൾ നമ്മൾ ഇയറിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസുകളൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്രയും ടൂൾസുകൾ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ അവൈലബിൾ ആണ്. അഥവാ വാങ്ങാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക, മെസ്സേജ് അയയ്ക്കുക. ഞാനത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ ഓക്കെ ആണ് എങ്കിൽ. നമുക്കല്ലാതെ തന്നെ ഒരുപാട് ആപ്പിൽ അവൈലബിൾ ആണ് ഈ ഒരു ടൂൾസുകൾ. ഞാനും ഇത് വാങ്ങിയിരിക്കുന്ന ആപ്പ് വഴി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന്. കുഴപ്പമില്ല കേട്ടോ. നല്ല, ഞാനിപ്പോൾ കുറേ ആയല്ലോ യൂസ് ചെയ്യുന്നത്. ഒരു ഡാമേജോ ഒരു കംപ്ലയിൻറ്റോ ഇതിന് വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് ഓരോരുത്തരുടെ കമൻറ്റ് നോക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതാ ആദ്യം ഗിയർ വയർ കുറച്ച് ചെറിയ, നമുക്ക് ഇയറിങ്സിൻ്റെ ലെങ്ത്ത് മതിയല്ലോ. അപ്പോൾ അതിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിൽ ആദ്യം നമുക്ക് ഈ ഒരു വലിയ ബീഡ് ഇട്ട് കൊടുക്കാം. ഈ വലിയ ബീഡിൻ്റെ ആ 2 സൈഡിൽ അപ്പുറവും ഇപ്പുറമായിട്ട് നമ്മൾ ജക്കിരി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ അതിൻ്റെ തൊട്ട് ചെറിയ സൈസിലുള്ള ബീഡ് നമുക്കിനി ഇട്ട് കൊടുക്കാം. ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ആദ്യം നമ്മൾ വലിയ ബീഡാണ് ഇട്ട് കൊടുത്തത്. ദെൻ ജക്കിരി ഇട്ട് കൊടുത്തു. ദെൻ 6 mm 2 ബീഡുകളാണ് ഇട്ട് കൊടുത്തത്. 8 mm ഒരു വലിയ ബീഡാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെറിയ ബീഡ്സുകൾ ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ എത്രയാണോ ഇടുന്നത് അത് തന്നെയായിരിക്കണം ഇപ്പുറത്തെ സൈഡിൽ. 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒരു ബീഡ് ഇതിനുള്ളിലൂടെ ഒരൊറ്റ ഇതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് നമുക്കതവിടെ ലോക്കാവുക. അതിനുശേഷം നമുക്കൊന്ന് ഗിയർ വയർ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊരു കുളത്ത് പോലെ ആക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ഒരു കുളത്ത് പോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്കാണേ, നമ്മളിതിവിടെ പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിവിടെ ടൈറ്റായി നിൽക്കും. ഓക്കെ, നമ്മളടുത്ത് ഈ ഒരു ടൂൾസ് ഉണ്ട് എങ്കിൽ ഈ ടൂൾസ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ബീഡ് ഇവിടെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് ട്വിസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്കിത് ഇതിനെ ഹുക്കാക്കി എടുക്കണം. ഈ എൻ്റെ ഭാഗത്തിന് ഇതിനെ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് കൊടുക്കുക കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ലെങ്ത്ത് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലെങ്ത്ത് വേണ്ടാലോ. ലെങ്ത്ത് കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്യുക നമുക്ക്. എന്നിട്ടിത് വളച്ച് കണ്ട് ഈ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിതിനിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഭാഗം പിടിച്ച് കണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ.
കറക്റ്റായിട്ട് ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റ് ലോക്കായി നിന്നോളൂ കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ദാ നമ്മുടെ ഇയറിങ്സിന് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്കിത് ഈ ഉള്ളിലേക്ക് ആക്കുന്നതിന് മുമ്പ്, ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഈ ഹുക്ക് ഇട്ട് കൊടുക്കാം. അല്ല എങ്കിൽ അതങ്ങനെ ആക്കിയതിന് ശേഷം ദാ ഇതിന് നമുക്ക് ആവശ്യത്തിന് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം ഇനി നമുക്ക് ഈ ഒരു ഹുക്ക് എടുത്തിട്ട് ഈ ഒരു കട്ട് പ്ലെയർ കൊണ്ട് ഈ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്തിനാണ് നമ്മുടെ ഹുക്ക് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു കുളത്ത് ഇതിനുള്ളിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഈസി ആട്ടോ ഇത് ചെയ്തെടുക്കാൻ. കണ്ടല്ലോ. അപ്പോൾ ഇതാ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇയറിങ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലത്തെ ഇയറിങ്സുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഒരുപാട് സിമ്പിളാണ് അല്ലേ. എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് തന്നെയാണ്. പിന്നെ എന്താ, ഇതിൻ്റെ വൈറ്റ് കളറുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. അതായത് സിൽവർ കളറിൽ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് മനോഹരമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്ലാക്കിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്ലാക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡ് വലുത് എൻ്റെ കയ്യിലില്ല, ക്രിസ്റ്റലല്ല അല്ലാത്ത ബീഡും വലുത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഒരു കമ്മലാണ്. പക്ഷേ അത് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മൽ. അപ്പോൾ ഇതുപോലത്തെ ഈ 2 കമ്മൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മാലയും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഇതേ ഒരു കോമ്പിനേഷനിൽ മാലകളും ചെയ്യാവുന്നതാണ്. മാലയും വളയും ബ്രസ്ലെറ്റ് എല്ലാം നമുക്ക് ഇതേ ഒരു കോമ്പിനേഷനിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം.